ഇന്നത്തെ പ്രഭാതത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ മറുപടി പറയും സൗഭാഗ്യമാണ്. ഇത് കേട്ടിരിക്കുന്നവർക്ക് എന്താണ് ഇന്നത്തെ ലോകത്ത് ആവശ്യം? ഇന്നത്തെ ദിവസം സൗഭാഗ്യം. വീട്ടമ്മ അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. മക്കൾ ചോദിച്ചു, എന്താ അമ്മയെ പ്രാർത്ഥിച്ച്? നിങ്ങളുടെയൊക്കെ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്ക് പറയുമ്പോൾ ആ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ചിന്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഉണ്ട്. ഒരു കല്യാണം നടക്കുമ്പോൾ താലി എന്ന വാക്കിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കണ്ടേ? എന്താണ് താലി എന്ന് പറഞ്ഞാൽ? അങ്ങനെ വരുമ്പോൾ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്ത്? സാധാരണഗതിയിൽ നമ്മൾ പറയുക വലിയ വീട്, വലിയ വാഹനം, വലിയ വില കൂടിയ സങ്കല്പത്തിലുള്ള ഭൂമി, സ്വർണം എന്നൊക്കെ പറയാം. പക്ഷേ ഇതൊക്കെയാണ് സൗഭാഗ്യമെങ്കിൽ സൗഭാഗ്യമുള്ള ആളുകളുടെ കൂട്ടായ്മയിൽ ഒരാൾ ഉദ്ഘാടനത്തിന് ചെന്നു. 100 പേര് സൗഭാഗ്യവന്മാരാണ്. ആദ്യത്തെ ആൾക്ക് 100 ഏക്കർ ഭൂമി, രണ്ടാമത്തെ ആൾക്ക് 35 നില കെട്ടിടം. ഇങ്ങനെ സൗഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇനി ഒരു 1000 കൊല്ലം ജീവിക്കാനുള്ള സൗഭാഗ്യമുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ മുഖം അലുമിനിയ പാത്രം ഞെണുങ്ങിയ മാതിരിയുള്ള മുഖം. എന്തേ മുഖത്തിന് പറ്റിയേ? സംതൃപ്തി ഇല്ല. സൗഭാഗ്യമല്ല നമുക്ക് ആവശ്യം, സംതൃപ്തിയാണ് ആവശ്യം. എത്രയോ കുടിലുകളിൽ കിടന്നുറങ്ങുന്നവർ സംതൃപ്തമായിട്ട് കഴിയുന്നവരുണ്ട്. ആ സംതൃപ്തി മൂകാംബികയിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ സൗപർണികാ തീരത്ത് വിദ്യാധര സ്വാമി അവിടെ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും. അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല, സ്റ്റീൽ പാത്രങ്ങളും ഇല്ല. പക്ഷേ ഒരു സന്ധ്യയ്ക്ക് അവിടെ കയറിയിട്ടിരുന്ന് കുറേ നേരം വർത്തമാനം അദ്ദേഹത്തിൻ്റെ മുഖത്ത് സംതൃപ്തിയും പുഞ്ചിരിയും ഉണ്ട്. അത് മുഖത്തിന് വരുന്നത്. അവിടെ ആശ്രമത്തിൽ കഴിയുന്ന ഒരു അമ്മയുണ്ട്. ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ അമ്മയൊന്ന് കാണും. പല്ലില്ലാതെ അമ്മ ചിരിച്ചുകൊണ്ടിരിക്കും. എന്തേ പോകുന്നതെന്ന് ചോദിക്കാൻ പറഞ്ഞു, പല്ലില്ലാത്ത ഈ ചിരി ഒന്ന് കാണാൻ വന്നാന്ന് പറയും. സൗഭാഗ്യത്തേക്കാൾ പ്രധാനമാണ് സംതൃപ്തി. അപ്പം തന്നെ നമ്മൾ സൗഭാഗ്യത്തെ വിടാം, സംതൃപ്തിയെ കൂട്ടണം. അതിനെന്ത് ചെയ്യണം? ഞാനിപ്പോൾ എളുപ്പത്തിൽ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. സൗഭാഗ്യം വിട്, സംതൃപ്തി കിട്ടാൻ എന്ത് ചെയ്യണം? ഒറ്റ കാര്യമാണ്. കൃഷ്ണൻ വികൃതി കാണിച്ചു. അമ്മ കൃഷ്ണനെ കെട്ടിയിടാനായിട്ട് ശ്രമിച്ചു. ഒരു കയറെടുത്തു. അവിടെ കെട്ടിടാൻ നോക്കുമ്പോൾ കെട്ടാൻ പറ്റുന്നില്ല. 1 ഇഞ്ചിൻ്റെ കുറവ്. കൃഷ്ണൻ പിന്നെ ഓടി. രണ്ടാമത് കൃഷ്ണനെ അമ്മ പിടിച്ചു. മറ്റൊരു കയറെടുത്തു. കെട്ടാൻ നോക്കിയപ്പോൾ അപ്പോഴും 1 ഇഞ്ച് കുറവ്. ഇത് അമ്മയും മകനും കൂടി കളി തുടങ്ങി. എങ്ങനെയൊക്കെ കൃഷ്ണനെ കെട്ടിയിടണോ, ഏത് കയറെടുത്തോ കയറിന് 1 ഇഞ്ച് കുറവ്. കയറ് കെട്ടാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതം ഇതേമാതിരിയാണ്. 1 ഇഞ്ചിൻ്റെ കുറവ്. ആരോട് ചോദിച്ചാലും 100% സന്തോഷമാണോ? ആണെന്ന് പറയുന്നവരുണ്ട്. വലിയ സന്യാസിമാർ ഉണ്ടാവുമായിരിക്കും. സന്യാസിമാരും ചിലപ്പോൾ പറയും 100% ഇല്ല, കാരണം ഈ കെട്ടിടത്തിൻ്റെ പണിയൊന്നും അങ്ങോട്ട് തീരണം,
ആശ്രമത്തിൻ്റെ പണി തീരണം, അവർക്കും 1 ഇഞ്ചിൻ്റെ കുറവുണ്ടാവും. എല്ലാം ഇപ്പം തികഞ്ഞോ? ഇല്ല. ഇനിയിപ്പോൾ ഈ മകളുടെ SLC ഒന്ന് കഴിയണം, അല്ലെങ്കിൽ മകൻ്റെ പഠിപ്പൊന്ന് കഴിയണം. അതും അല്ലെങ്കിൽ ഇപ്പോൾ എന്നും അലട്ടുന്ന ഈ ഷുഗറിൻ്റെ അസുഖം ഒന്ന് മാറണം. അവനവൻ്റെ ശരീരത്തിൽ ഞാൻ തന്നെ കുത്തിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കുക. 1 ഇഞ്ചിൻ്റെ കുറവുണ്ടായതുകൊണ്ടാണ് ഈ സൗഭാഗ്യമുള്ളവരൊക്കെ 10-100 പേര് മുഖം ഞെണിങ്ങിക്കൊണ്ടിരിക്കാൻ കാരണം. അവർക്ക് സംതൃപ്തിയാകുന്ന 1 ഇഞ്ചിൻ്റെ കുറവ് ഉണ്ട്. അപ്പോൾ വീട് വർദ്ധിക്കുക, ധനം വർദ്ധിക്കുക, സമ്പത്ത് വർദ്ധിക്കുമ്പോഴൊക്കെ സൗഭാഗ്യം കൂടുന്നു. 1 ഇഞ്ചിൻ്റെ കുറവ്, മൂഡൗട്ട്, കുടുംബ ബന്ധത്തിൻ്റെ തകരാറ്, ഏതോ ആവട്ടെ, കൃഷ്ണനെ കെട്ടാൻ നിവൃത്തിയില്ല. കൃഷ്ണനാണ് സംതൃപ്തി. അങ്ങനെ അമ്മ വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ കൃഷ്ണൻ എന്ത് ചെയ്തു അറിയുമോ? ഒന്ന് നീങ്ങിയെന്നു കെട്ടിക്കോളാൻ പറഞ്ഞു. അപ്പെടുത്ത ആ കയറുകൊണ്ട് കെട്ടാൻ പറ്റി. അതുവരെ ഇതിനേക്കാൾ നീളമുള്ള കയറൊക്കെ എടുത്തിട്ടുണ്ട്. നീളമുള്ള കയറൊക്കെ എടുത്തപ്പോഴൊന്നും കെട്ടാൻ പറ്റിയിട്ടില്ല. എപ്പോൾ പരമാത്മാവ് നമ്മളോട് ചേരുന്നുവോ ആ 1 ഇഞ്ചാട് പോയിഞ്ഞു സംതൃപ്തി ആയി. ഉള്ളത് വെച്ച് നമുക്ക് സംതൃപ്തിയായി. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സൗഭാഗ്യത്തിന് ഓടി നടന്നിട്ട് അവസാനം പശ്ചാത്തലം ആകുന്ന സംവിധാനം നമ്മോട് ചേരുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല. 7 ബസ് കയറണമല്ലോ, 7 ബസ് കയറി അവിടെ ഇറങ്ങി ബോട്ട് പിടിച്ച് അവിടെ എന്നാണ് ഈശ്വര എത്തുക എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ മഴ പെയ്യണു, കുടയില്ല. ആ സമയത്താണ് ഒരു സുഹൃത്ത് വന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ തന്നിട്ട് അയാൾ അവിടെ കൊണ്ടാക്കി. നമുക്ക് അനുഭവം ഉണ്ടാവാറില്ലേ? ആ 1 ഇഞ്ച് വളരെ ശ്രദ്ധിക്കണം. അപ്പം കൃഷ്ണനെ കെട്ടിയിടുന്ന പോലെ സംതൃപ്തിയുടെയുള്ള ഘടകം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് ധ്യാനം, ദൈവവിശ്വാസം. അത് പരിഹസിച്ച് തള്ളേണ്ടതല്ല. ഒരു പണിയില്ല എന്ന് ആത്മീയത്തെ പറ്റി പറയരുത്. ആത്മീയത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പ്രാധാന്യമുണ്ട്. ജീവിതത്തിൽ ആ 1 ഇഞ്ച് കൂടി നമ്മളെ സഹായിക്കുന്നത് കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവൻ. നാം ഏതൊന്നിനെയും ആകർഷിച്ച് നമ്മളുടെ പരിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും. അതുകൊണ്ട് സംതൃപ്തിക്ക് വലിയൊരു ഘടകം ഉണ്ട്. ഈ സംതൃപ്തി ശ്രോതാക്കളിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.